എമ്പുരാൻ എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? ബിലോ ആവറേജ് നോട്ട് എക്സ്പെക്റ്റഡ് ലൈനിലൊന്നും വന്നിട്ടില്ല. ആവശ്യമില്ലാത്ത ഇഷ്യൂസ്. ടു ബി ഫ്രാങ്ക് ബോർ പറയുന്നുണ്ടായിരുന്നു. എമ്പുരാൻ എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയുണ്ട് എമ്പുരാൻ? എങ്ങനെയുണ്ട്? പൃഥ്വിരാജ് എന്ന മികച്ച സംവിധായകൻ്റെ മികച്ച സിനിമ. ഇത് അടുത്ത നമ്മൾ വെയിറ്റ് ചെയ്യണം. എമ്പുരാൻ 3 ഒരു മികച്ച സിനിമ. ഇതെല്ലാവരും തിയേറ്ററിൽ വന്ന് കണ്ട് വിജയിപ്പിക്കുക, അത്രയേ ഉള്ളൂ പറയാം. നല്ല മികച്ച സിനിമ. ഇത്രയും ഒരു ടെക്നിക്കലായിട്ട് എടുക്കുക എന്ന് പറയുന്നത് ഒരു മലയാള സിനിമയുടെ ഒരു അത്ഭുതം തന്നെയാണ്. അതെല്ലാവരും സ്വീകരിക്കുക, കാണുക, അത്രയേ ഉള്ളൂ. പറയാമോ എങ്ങനെയുണ്ടായിരുന്നു? ലൂസിഫറിൽ നിന്ന് എമ്പുരാനിലോട്ട് വന്നപ്പോൾ എങ്ങനെയുണ്ട്? ഒരു പ്രതീക്ഷയ്ക്കൊത്ത് വന്നോ അതോ എങ്ങനെയാണ്? നല്ല പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട് എല്ലാവരുടെയും? ആരെയും ഒരുപാട് ഇഷ്ടമായത് ഇതിൽ? മഞ്ജുവാര്യർ സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്താ പറയാനുള്ളത്? പൃഥ്വിരാജിന്റെ മേക്കിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? പടം ഇപ്പോൾ 200 കോടി ആവാറായിരിക്കാം, നേടാറായിരിക്കാം. എന്താ പറയുക? നല്ല രസമുണ്ട്, ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. തരക്കടില്ല, അടിച്ചു പൊളിച്ചു. എങ്ങനെയുണ്ട് സിനിമ? എങ്ങനെയുണ്ട്? കൊള്ളാം, ഇഷ്ടമായി. മഞ്ജു വാര്യർ എങ്ങനെയുണ്ട്? അടിപൊളിയായിരുന്നു. ഇവിടെ എന്താണ് എങ്ങനെയുണ്ട് എമ്പുരാൻ? ഇഷ്ടമായി. മോഹൻലാൽ മഞ്ജു വാര്യറൊക്കെ എങ്ങനെയുണ്ട്? എന്താ പറയാനുള്ള? എങ്ങനെയുണ്ട്? അടിപൊളി സിനിമ. ആരും അതിൽ ഒരുപാട് ഇഷ്ടമായി സിനിമയിൽ? ആരും മോശക്കാരല്ല. മഞ്ജു വാര്യർ സൂപ്പർ. എമ്പുരാനിലോട്ട് വന്നപ്പോൾ എന്തൊക്കെയായിരുന്നു ഒരു പ്രതീക്ഷ? അതൊക്കെ ഫുൾഫിൽ ചെയ്തു കണ്ടപ്പോൾ എന്താ തോന്നുന്നു? അതായത് ലൂസിഫറിൻ്റെ അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. BGM വൈസും സ്റ്റോറി വൈസും കുറച്ച് താഴെ പോയിട്ടുണ്ട്. പക്ഷെ മേക്കിംഗ് ഒക്കെ നന്നായിട്ടുണ്ട്, അടിപൊളിയാണ്. കാരണം എന്തായാലും മസ്റ്റ് വാച്ച്. പക്ഷെ ലൂസിഫർ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇല്ല, ഒന്നുമില്ല, അങ്ങനെ തോന്നുന്നു. എല്ലാം കാണേണ്ട സീനൊക്കെ. 200 കോടി അടിക്കാൻ പോവുകയാണ് സിനിമ. അതിനൊക്കെ വൃത്തിയാണ്. കൊള്ളാം, കുഴപ്പം. നല്ല സിനിമ. എങ്ങനെയുണ്ട് മേക്കിംഗ് ഒക്കെ? എങ്ങനെയുണ്ട് രാജുവിൻ്റെ മേക്കിംഗ്? എല്ലാം നല്ല മേക്കിംഗ് ആണ്. കുറച്ച് ലാഗുണ്ട്. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗുണ്ട്. സെക്കൻഡ് ഹാഫ് ചർച്ചയാവുന്നുണ്ട്. അതിൻ്റെ ആവശ്യമുണ്ടോ? സിനിമയായിട്ട് കണ്ടാൽ പോലെ അതാണ് ആവശ്യമല്ല. അത് കൂടുതലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു സിനിമ അത് സിനിമയുടെ രീതി കാണുക, അത്രേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും വേണ്ട. സീൻസൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സിനിമയല്ലേ, അതിൽ പിന്നെ എന്താണ് കണ്ടവര് അങ്ങനെ എന്തെങ്കിലും തോന്നിയോ? ആവശ്യമില്ലാത്ത സീൻസ് ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഒരു സിനിമയല്ലേ, ഫിക്ഷണൽ, അത്രേ ഉള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടം. എല്ലാവരുടെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയായിരുന്നു, അടിപൊളി. എനിക്ക് എൻ്റെ പേഴ്സണലി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സിനിമ. പിന്നെ അതിൻ്റെ മേക്കിംഗ് അങ്ങനെ ആയതുകൊണ്ടാണ് കുറച്ച് പേർക്ക് അത് എനിക്കറിയേണ്ട കാര്യമില്ല. ഞങ്ങളുടെ ഫാമിലി നല്ല എൻജോയ് ചെയ്തു. ഇതൊക്കെ അങ്ങനെ ചോദിക്കേണ്ട കാര്യം. കാരണം ഇവിടെ നടക്കുന്ന എന്തെല്ലാം നെഗറ്റീവ്സും പോസിറ്റീവ്സും ഉണ്ട്. അതിനെ സിനിമയായിട്ട് കാണുക, അതിന് എൻജോയ്മെൻ്റ് ആയിട്ട് കാണുക, അത്രയേ ഉള്ളൂ. അതിനകത്ത് വേറെ ഒന്നും എനിക്ക് തോന്നുന്നില്ല. പൃഥ്വിരാജിന് ശരിക്കും നല്ലൊരു താങ്ക്സ് പറയണം. അത്രയും നല്ല ഡെഡിക്കേഷൻ ചെയ്ത്. കൊള്ളായിരുന്നു. എന്തായാലും കട്ടൊന്നും ചെയ്തിട്ടില്ല. കൊള്ളായിരുന്നു. ഇല്ല, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളതൊന്നും കണ്ടില്ല. കുഴപ്പമില്ല. ലൂസിഫറിനേക്കാൾ വേറെ എന്തൊക്കെ പ്രതീക്ഷിച്ചു. മഞ്ജു വാര്യരൊക്കെ സൂപ്പറായിരുന്നു. മോഹൻലാൽ കുഴപ്പമില്ല, കൊള്ളാം. വേൾഡ് സിനിമയോട് ഇവിടെ നിൽക്കുന്ന ഒരു സിനിമ. അതൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല. എമ്പുരാനാണ്. കൊള്ളാം. നല്ല പാട്ടും എല്ലാം കൊള്ളാം. സൂപ്പറായിട്ടുണ്ട്. എല്ലാം കൊള്ളാം. കുഴപ്പമില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ്. സിനിമയായിട്ട് കാണാം, കൊമേഴ്ഷ്യലായിട്ട് കണ്ടാൽ മതി. അല്ലാതെ മറ്റുള്ള തരത്തിലേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. കൊള്ളാം. പുറത്ത് പറഞ്ഞതിനേക്കാളും പ്രതീക്ഷിച്ചേക്കാളും വന്ന് കണ്ടപ്പോൾ കൊള്ളാം. പ്രശ്നമൊന്നുമില്ല. എങ്ങനെയുണ്ടായിരുന്നു എമ്പുരാൻ? എങ്ങനെയുണ്ട് ലാലേട്ടൻ്റെ പെർഫോമൻസ് ഒക്കെ? എങ്ങനെയുണ്ട്? സൂപ്പറായിരുന്നു. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. സൂപ്പർ.